ഹലോ ഹായ്, ഇന്ന് നമ്മൾ ചെമ്മീൻ വെച്ചൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചെമ്മീൻ, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, വേപ്പില, തേങ്ങാപ്പാൽ ഇത്രയും സാധനങ്ങൾ ആവശ്യമുണ്ട്. തക്കാളി, ചെറിയുള്ളി, പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുക്കുക കേട്ടോ. എന്നിട്ടൊരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ആദ്യം ഇടുക. ഇത് നന്നായി വറന്ന് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി സോട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിയാണ് കേട്ടോ ഇതിന് മെയിനായിട്ടുള്ളത്. നമ്മൾ എത്രയും ചേർക്കാൻ പറ്റണോ അത്രയും കൂടുതൽ നമുക്ക് ചേർക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഈ മസാലകളൊക്കെ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പിന്നീട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലയ്ക്ക് അതിലേക്ക് നന്നായി യോജിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ നടുവിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി തൂവി കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം അടച്ച് വയ്ക്കുക. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.